നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന വ്യാപാരോത്സവ 2026 ഭാഗമായി തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 24 തൊടുപുഴയിൽ നൈറ്റ് സെയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വഴിയോര തുണിക്കച്ചവട മാഫിയകൾക്കെതിരെ KTGA രംഗത്ത്. അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഴിയോരങ്ങൾ കയ്യേറി നടത്തുന്ന കച്ചവടം നിർത്തലാക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലെത്തിയ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ ന്യൂമാൻ ബാൻഡിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അഭിനന്ദനം. റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ആദരിച്ചു. PG ജോസഫ് MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KGOA വജ്ര ജൂബിലി സംസ്ഥാന കലാമേളയ്ക്ക് തിരശ്ശീല വീണു. ചലച്ചിത്ര സംവിധായകൻ മിഥു മാനുവൽ തോമസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന വ്യാപാരോത്സവ 2026 ഭാഗമായി തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 24 വമ്പൻ ഓഫറുകൾ ഒരുക്കിക്കൊണ്ട് തൊടുപുഴയിൽ നൈറ്റ് സെയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിലെ വാണിജ്യ മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്ന ഈ നൂതന വ്യാപാര ഉദ്യമത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വ്യാപാരികളുടെയും പിന്തുണയുണ്ടാകണമെന്നും അവർ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന വ്യാപാരോത്സവ 2026 ഭാഗമായി തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 24 തൊടുപുഴയിൽ വമ്പൻ ഓഫറുകളുമായി വമ്പിച്ച നൈറ്റ് സെയിൽ അരങ്ങേറുന്നു. തൊടുപുഴ നഗരം ഉറങ്ങുന്നില്ല, ഓഫറുകൾ തീരുന്നില്ല എന്ന ആപ്തവാക്യവുമായി തൊടുപുഴ മുനിസിപ്പാലിറ്റി അടക്കം വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നൈറ്റ് സെയിൽ വിജയിപ്പിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തൊടുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ടെക്സ്റ്റൈൽസ്, മൊബൈൽ ഷോപ്പ്, ഹൈപ്പർ മാർക്കറ്റ്, ഹോം അപ്ലയൻസസ്, റെസ്റ്റോറന്റുകൾ, ഫുഡ്വെയർ, ഫർണിച്ചറുകൾ ഷോപ്പുകൾ, മെഡിക്കൽ ഷോപ്പുകൾ, ഇലക്ട്രിക് ഷോപ്പുകൾ, ടോയ് ഷോപ്പുകൾ തുടങ്ങി തട്ടുകട മുതൽ സൂപ്പർ മാർക്കറ്റ് വരെ വിവിധ മേഖലകളിലുള്ള സ്ഥാപനങ്ങൾ അന്നേ ദിവസം രാത്രിയിൽ തുറന്നു പ്രവർത്തിക്കും. വമ്പിച്ച ഓഫറുകളും നൽകുന്നു. കൂടാതെ തൊടുപുഴ മുനിസിപ്പൽ പാർക്ക് അന്ന് രാത്രി 1 മണി വരെ തുറന്നു പ്രവർത്തിക്കും. അന്നേ ദിവസം വാങ്ങുന്ന സാധനങ്ങൾക്ക് 5% മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. വ്യാപാരോത്സവ 2026 സമ്മാന കൂപ്പണുകൾ എല്ലാ കസ്റ്റമേഴ്സിനും നിബന്ധനകളില്ലാതെ നൽകപ്പെടുന്നതാണ്. കൊച്ചി നഗരത്തിന്റെ ഉപഗ്രഹ നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന തൊടുപുഴയിലെ വാണിജ്യ മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്ന ഈ നൂതന വ്യാപാര ഉദ്യമത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വ്യാപാരികളുടെയും പിന്തുണയുണ്ടാകണമെന്ന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഒരു വ്യാപാരോത്സവ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 30 വരെ 3 മാസത്തോളം കവർ ചെയ്യുന്ന ഒരു വ്യാപാരോത്സവമാണ്. അപ്പോൾ ഞങ്ങൾ തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ കീഴിൽ ഒരു നൈറ്റ് സെയിൽ രാവുമുതലും ഷോപ്പിംഗ് തുടങ്ങും. തൊടുപുഴ നൈറ്റ് സെയിലേക്ക് ഇതാണ് ഞങ്ങളുടെ ആശയം. ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന വ്യാപാരോത്സവ 2026 ഭാഗമായി തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 24 ശനിയാഴ്ച തൊടുപുഴയിൽ വമ്പൻ ഓഫറുകളുമായി വമ്പിച്ച നൈറ്റ് സെയിൽ അരങ്ങേറുകയാണ്. തൊടുപുഴ നഗരം ഉറങ്ങുന്നില്ല, ഓഫറുകൾ തീരുന്നില്ല എന്ന ആപ്തവാക്യവുമായി തൊടുപുഴ മുനിസിപ്പാലിറ്റി അടക്കം വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പ്രസ്തുത നൈറ്റ് സെയിൽ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തൊടുപുഴയിലെ പരിസര പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കളുടെ സൗകര്യം പ്രമാണിച്ച് ടെക്സ്റ്റൈൽസ്, മൊബൈൽ ഷോപ്പ്, ഹൈപ്പർ മാർക്കറ്റ്, ഹോം അപ്ലയൻസസ്, റെസ്റ്റോറൻറ്റുകൾ, ഫുഡ് വെയേഴ്സ്, ഫർണിച്ചർ ഷോപ്പുകൾ, മെഡിക്കൽ ഷോപ്പൊക്കെ മേടിച്ച വിലയ്ക്ക് തന്നെ കൊടുക്കുന്നതാണ് അവർ ഞങ്ങളെ 1-2 കടകൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഇലക്ട്രിക് ഷോപ്പ്, ടോയ് ഷോപ്പുകൾ തുടങ്ങിയവ ഉണ്ട്. അതായത് തട്ടുകട മുതൽ സൂപ്പർ മാർക്കറ്റ് വരെ അന്നേ ദിവസം രാത്രി തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ്, ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, നാസർ സൈര, ഷെരീഫ് സർഗം, ലിജോൺസ് ഹിന്ദുസ്ഥാൻ, ഷിയാസ് MBs എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വഴിയോര തുണിക്കച്ചവട മാഫിയകൾക്കെതിരെ KTGA രംഗത്ത്. അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഴിയോരങ്ങൾ കയ്യേറി നടത്തുന്ന കച്ചവടം നിർത്തലാക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കൂട്ടിച്ചേർത്തു.
അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഴിയോരങ്ങൾ കയ്യേറി നടത്തുന്ന കച്ചവട മാഫിയകൾക്കെതിരെ KTGA രംഗത്ത്. അന്യസംസ്ഥാന കുത്തക മുതലാളിമാർ എല്ലാ പ്രധാന ടൗണുകളിലും തൊഴിലാളികളെ വെച്ചുകൊണ്ട് സ്റ്റോക്ക് ഇറക്കിക്കൊടുത്ത് വൈകുന്നേരമാകുമ്പോൾ ലാഭവിഹിതവും വാങ്ങി മടങ്ങുന്ന കുത്തക വഴിയോര കച്ചവടം നിർത്തലാക്കണമെന്ന് KTGA ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതിനെതിരെ മുനിസിപ്പൽ അധികൃതർക്കും പോലീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മേധാവികൾക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. വഴിയോര കച്ചവടം മാഫിയ എന്ന് നമ്മൾ എടുത്തു പറയുമ്പോൾ ഇതുവരെയുള്ള മുനിസിപ്പൽ അധികൃതരും അതുപോലെ പലർക്കും ഒരു തോന്നലുണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട നിത്യജീവിതത്തിന് മാർഗമില്ലാത്ത ആളുകൾ നമ്മുടെ തൊടുപുഴ ടൗണിൽ വന്ന് ഉപജീവനത്തിന് വേണ്ടി ഇരിക്കുന്നവരെ തടയുവാനായി ഞങ്ങൾ വ്യാപാരികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ ഇത്ര കാലം പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ പറയും അങ്ങനെയല്ല, അങ്ങനെയുള്ളവരുണ്ട്, ഫ്രൂട്ട്സ് കച്ചവടക്കാരുണ്ട്, കുറച്ച് സാധാരണക്കാരായ തുണിക്കച്ചവടക്കാരൊക്കെ ഇതിലുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരെ ഒരു ഉപരോധവും നമ്മൾ സംഘടിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ളവർ വഴിയോരങ്ങളിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു അഭിപ്രായവും നമുക്കില്ല. നമ്മൾ വഴിയോര കച്ചവട മാഫിയകൾക്കെതിരെ, അന്യ സംസ്ഥാന വഴിയോര കച്ചവട മാഫിയകൾക്കെതിരെ തന്നെയാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ മുനിസിപ്പാലിറ്റി അധികൃതരെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും പോലീസ് അധികൃതരെയും എല്ലാം അറിയിച്ചതിന് ശേഷം ഗാന്ധി സ്ക്വയറിലുള്ള ഒരു സ്റ്റാളിന് മുമ്പിൽ നമ്മൾ ചെന്നപ്പോൾ ഒരു തമിഴ്നാട്ടുകാരനായ ഒരു വ്യക്തിയാണ് ആ സ്റ്റാൾ അവിടെ നടത്തുന്നത്. അദ്ദേഹത്തോട് ഇത് നിങ്ങളുടെ സ്റ്റാളാണോ എന്ന് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാളല്ല, അദ്ദേഹം സ്റ്റാഫാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ചോദിച്ചപ്പോൾ ബോഡിമെട്ടിൽ നിന്ന്, തമിഴ്നാട് ബോഡിമെട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിക്കപ്പ് നമ്മുടെ തൊട്ടപ്പുറത്ത് മുനിസിപ്പൽ മൈതാനത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 ടൺ ലോഡുമായി രാവിലെ ബോഡിമെട്ടിൽ നിന്ന് വരുന്ന ഒരു വാഹനം, അതിൻ്റെ ഡ്രൈവർ ആ വണ്ടിയിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് നമ്മുടെ പെരുമ്പാവൂര്, കാലടി, മൂവാറ്റുപുഴ, തൊടുപുഴ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് വെച്ച് സാധനം ഇറക്കി കൊടുക്കുക, ടൗണിലെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ കച്ചവടം നടത്തുക. വൈകുന്നേരമാകുമ്പോൾ ഈ വണ്ടി തൊടുപുഴ പാർക്ക് ചെയ്യുക. എന്നിട്ട് ആ വാഹനം തിരികെ പോകുമ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തിരികെ ബാക്കി വന്ന ലോഡും കയറ്റി അതുവരെ വിറ്റതിൻ്റെ ലാഭത്തിൻ്റെ ഷെയറും വാങ്ങി മുതലും വാങ്ങി തിരിച്ചു പോകുന്ന ഒരവസ്ഥ. തമിഴ്നാട്ടിൽ നിന്ന് 8 ടണ്ണും 10 ടണ്ണും ലോഡുമായി വന്ന് എല്ലാ മേഖലകളിലും ലോഡിറക്കി അവിടെ സ്റ്റാഫിനെ എഴുതി വൈകുന്നേരം ഇതിൻ്റെ കളക്ഷനും മേടിച്ച് തിരിച്ചു പോകുന്ന വഴിയോര കച്ചവടം ഇനി നടത്തില്ല. അത് നടത്തിയാൽ ഞങ്ങൾ ഇത് തുണിക്കച്ചവടം നടത്തുന്നില്ല. ഞായറാഴ്ചകളിൽ ഞങ്ങൾ മുനിസിപ്പൽ അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന് ഒരു സ്ട്രിക്റ്റായ തീരുമാനം, അന്യ സംസ്ഥാന വഴിയോര കച്ചവട മാഫിയകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഞായറാഴ്ചകളിൽ തുണിക്കച്ചവടത്തിലുള്ള സാധാരണക്കാരായ ഒരുപാട് ആളുകൾ അതിൽ സഹകരിക്കാത്തവരും ഉണ്ടാവും. കാരണം വഴിയോര കച്ചവടം കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത തുണിക്കച്ചവടക്കാർ വേറെ ഉണ്ട്. വഴിയോര കച്ചവടക്കാരെ നിയന്ത്രിക്കാൻ കർശനമായ നിയമ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ വിശാലമായ സമരപരിപാടികളുമായി മുമ്പോട്ടു പോകുമെന്നും അവർ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KTGA തൊടുപുഴ മേഖലാ പ്രസിഡന്റ് അനസ്, ജനറൽ സെക്രട്ടറി നസീർ BM, ട്രഷറർ സജി സിറിയക്, വൈസ് പ്രസിഡന്റുമാരായ മുജീബ് തിളക്കം, MK നാരായണപിള്ള, ഫ്രാൻസിസ് രാഗം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നാനാജാതി മതത്തിൽപ്പെട്ട വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചെയർമാൻമാരുടെയും ചെയർപേഴ്സൺമാരുടെയും പേര് നോക്കിയാൽ മനസ്സിലാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കൊല്ലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ലീഗ് ജനപ്രതിനിധികളുടെ യോഗത്തിൽ സംബന്ധിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. ഗവൺമെന്റിൽ ഇരിക്കുന്നവരുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ഒരു ആത്മവിശ്വാസം കുറവ് വളരെ പ്രകടമാണ്. അല്ലെങ്കിൽ ഇത്ര വലിയ വർഗീയത ഇതിനു മുമ്പ് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോ ആ ആത്മവിശ്വാസം ഇല്ലാതായി ഒരു സ്റ്റേജിലെത്തി. അതുകൊണ്ടാണ് ഈ മലപ്പുറം പ്രസ്താവനയൊക്കെ. മലപ്പുറത്തുള്ള ജനപ്രതികളുടെ പേര് നോക്കിയാൽ അറിയാം എന്നല്ലേ പറഞ്ഞത്. മറ്റുള്ള കാസർഗോഡ്, അത് ഏത് ജില്ലയിൽ നോക്കിയാലും മനസ്സിലാവും. അത് കേരളത്തിൽ ഇതൊരു മുമ്പ് ആരും പറഞ്ഞിട്ടില്ലാത്തതാണ്. എന്താ മനസ്സിലാവുക? ഞങ്ങളുടെ മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച ഒരു സഹോദരിയാണ് വിജി. പേര് നോക്കിയാൽ മനസ്സിലാവൂല, പറയുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും നിറച്ച് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പ്രചരണം, അത് അവരുടെ ആത്മവിശ്വാസക്കുറവ്. ഒരു ഇലക്ഷനെ ഇനി വരാൻ വരുന്ന ഇലക്ഷൻ നേരിടാനുള്ള ആത്മവിശ്വാസക്കുറവാണ് ആ പ്രകടനം. ഗവൺമെന്റ് പറയുന്നു, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു, മന്ത്രിമാർ പറയുന്നു, എല്ലാവരും സർപ്രൈസിംഗ് ആയിട്ടുള്ള, ഇതിന് മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട തരത്തിൽ
ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനം അപ്രീഷിയേറ്റ് ചെയ്യില്ല. അത് പിന്നെ ഇത് പറയുന്നവരോട് ചോദിക്കേണ്ടതാണ്, അതുപോലെ തന്നെ അവരോട് ചോദിക്കേണ്ടതാണ്. ഏതായാലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിഭാഗീയത പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണുള്ളത് തുടങ്ങിയത്. കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അത് കഴിഞ്ഞൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ജനം തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും അവർക്ക് ഉണ്ടാവേണ്ടതാണ്. ഫുട്പാത്ത് കച്ചവട മാഫിയക്കെതിരെ KTGAയുടെയും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. തമിഴ്നാട്ടിൽ നിന്നും ക്വാളിറ്റി കുറഞ്ഞ വസ്ത്രങ്ങൾ എത്തിച്ച് തൊടുപുഴയിലെ അവരുടെ വ്യാപാര ശൃംഖല വിപുലപ്പെടുത്തിയിരിക്കുകയാണെന്ന് KTGA മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. ഇതിൽ മയക്കുമരുന്ന് ലോബി കൂടി പ്രവർത്തിക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തു. മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, KTGA യൂണിറ്റ് പ്രസിഡന്റ് അനസ് അസീസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് റെന്നി തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും KTGAയുടെയും നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഫുട്പാത്ത് കച്ചവട മാഫിയക്കെതിരെ സമരം സംഘടിപ്പിച്ചു. തമിഴ്നാട്ടിലെ ബോഡിമെട്ടിൽ നിന്നും ടൺ കണക്കിന് ക്വാളിറ്റി കുറഞ്ഞ വസ്ത്രങ്ങൾ ഓരോ ടൗണുകളിലും ഇറക്കിക്കൊടുത്ത് തൊടുപുഴയിലും അവരുടെ വ്യാപാര ശൃംഖല വിപുലപ്പെടുത്തുകയാണെന്ന് KTGA ഭാരവാഹികൾ ആരോപിച്ചു. ഞങ്ങൾ കുറെ കാലമായി പറയുന്നു ഇതൊരു മാഫിയ നിയന്ത്രിക്കുന്നതാണ്. ആർക്കും അത് കേൾക്കാൻ ഒരു ഇതുമില്ല. കാരണം അത്താഴ ഭക്ഷണക്കാർ ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള ഒരു നിലപാടിലാണ് മുനിസിപ്പൽ അധികൃതരും ബാക്കി പോലീസ് അധികൃതരും ഒക്കെ പോയിട്ടുള്ളത്. പെരുമ്പാവൂര്, കാലടി, അത് മൂവാറ്റുപുഴ, തൊടുപുഴ ഇവിടെ എല്ലാം സ്റ്റാഫുകളെ വെച്ച് അവിടെ സാധനം ഇറക്കി കൊടുക്കുന്നു. അവർ കടകളിൽ നിന്ന് കസ്റ്റമർക്ക് കൊടുക്കുന്ന കവറായത്. ഈ കവർ നമ്മുടെ കടയിൽ കയറ്റി വെച്ച് 25,000 രൂപ ഫൈനാണ് ഹെൽത്തിൽ നിന്ന്. ഇത് 50 പൈസ റേഷൻ കവർ. ഇനി അത് പോട്ടെ, ഈ പറഞ്ഞ സാധനം ഇത് ഒരു ഉപജീവനത്തിന് വേണ്ടി ഒരാൾ ചെയ്യുന്നതാണ് എന്നുള്ളൊരു വാദം അത് നിലനിൽക്കുന്നതല്ല. കാരണം അവർ സ്റ്റാഫാണെന്നും അതുകൂടാതെ ഈ തുണി 100 രൂപ മുടക്കിൽ അവർ വാങ്ങിച്ചിട്ടുള്ളതല്ല. ഇതൊരു കച്ചവടമേ അല്ല. അവർ പാത്രവും പ്ലാസ്റ്റിക്കും തമിഴ്നാട്ടിലെ വീടുകളിൽ കൊടുത്തിട്ട് അതിന് പകരമായി കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് തുണികൾ, ഉപയോഗിച്ച തുണികൾ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതെന്ന് അതിൻ്റെ ഓണർ തന്നെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. പോലീസ് ഇവിടെയുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എല്ലാ പോലീസ് അധികൃതരുണ്ട്, മുനിസിപ്പൽ അധികൃതരുണ്ട്, എല്ലാവരോടും അവർ തുറന്ന് സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റി മോശമായ, ഇത്രയും ഗുണനിലവാരമില്ലാത്ത വസ്ത്രങ്ങൾ ഒരു മാഫിയ ഇത്രയും കടകളിൽ ഈ പിക്കപ്പ് ബോഡിമേട്ടിൽ നിന്ന് വന്നിട്ട് വൈകിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് സാധനങ്ങൾ അതിലേക്ക് കയറ്റി അതിൻ്റെ കളക്ഷനും വാങ്ങിച്ച് തിരിച്ചു പോകുന്നതിനുള്ള ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ 10-20,000 രൂപ വാടകയും കൊടുത്ത്, റെൻറ്റും കൊടുത്ത്, സാലറിയും കൊടുത്ത് ഇതെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വ്യാപാരികൾ സാധാരണ വ്യാപാരികൾ കച്ചവടം ചെയ്യാൻ ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. 25,000 രൂപ മാസം വാടക കൊടുക്കുന്നു. അതും കൂടാതെ കറണ്ട് ചാർജ്, സ്റ്റാഫിൻ്റെ ശമ്പളം ഇതെല്ലാം കൊടുത്തുകൊണ്ട് മാസം 75,000 രൂപയോളം ഒരു ചെറിയ കടക്കാരൻ പോലും വാടക കൊടുക്കുന്നു. അവർക്ക് കച്ചവടം ഇല്ലാതെ നട്ടം തിരിഞ്ഞ സമയത്താണ് ഇത്തരം ഒരു ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ മയക്കുമരുന്ന് ലോബി കൂടി പ്രവർത്തിക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞതെന്നും അവർ പറഞ്ഞു. ഇത്തരം ഫുട്പാത്ത് കച്ചവട മാഫിയകളെ തൊടുപുഴയിൽ തടയുകയും അവർക്ക് ചരക്കുമായി വന്ന ലോറി പിടിച്ചെടുക്കുകയും തൊടുപുഴ മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം അധികാരികളുടെയും പോലീസ് അധികാരികളുടെയും സാന്നിധ്യത്തിൽ തൊടുപുഴയിലെ ഇത്തരം മാഫിയകളുടെ കച്ചവടം മതിയാക്കി തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തറണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ്, KTGA യൂണിറ്റ് പ്രസിഡന്റ് അനസ് അസീസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് റെന്നി തോമസ്, മേഖലാ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് രാഗം, നാരായണ പിള്ള, ജോയിന്റ് സെക്രട്ടറി അഫ്സൽ PA, വനിതാ വിംഗ് സെക്രട്ടറി ശ്രീജ രാജേഷ്, ഷെനു ലീവാന, ബിനി കല്ലുറമ്പിൽ, റസാഖ് മൈലാഞ്ചി, സലീം ചോയ്സ്, ഇബ്രാഹിം അനുഗ്രഹ, മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ PK അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ഷെരീഫ് സർഗം, സെക്രട്ടറി ലിജോൺസ് ഹിന്ദുസ്ഥാൻ, കമ്മിറ്റി അംഗങ്ങളായ ജോസ് പോൾ, സോജൻ ചെമ്പരത്തി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വർഷാരംഭത്തിൽ തന്നെ തൊടുപുഴയിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമ രൂക്ഷമാവുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട്. പലയിടങ്ങളിലും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതും പതിവാകുന്നു. ഹൈ പ്രഷർ വെള്ളം തുറന്നു വിടുന്നതും അമിത ഭാരവാഹനങ്ങൾ പൈപ്പിന് മുകളിലൂടെ പോകുന്നതുമാണ് വെള്ളം ലീക്ക് ചെയ്യുന്നതിന് കാരണം. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധന ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേനൽ കടുത്തതോടുകൂടി ശുദ്ധജല ക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ശുദ്ധജലത്തിൻ്റെ കൺസപ്ഷൻ കൂടിയത് മൂലവും പൈപ്പുകളിലൂടെ ഹൈ പ്രഷറിൽ വെള്ളം പ്രയാണം ചെയ്യുന്നതും അനുബന്ധമായ ഘടകങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അമിത ഭാരം കയറ്റിയുള്ള ടോറസ് ലോറികൾ കോറികളിൽ നിന്ന് റോഡുകളിലൂടെ, നിരത്തുകളിലൂടെ പോകുന്നത് മൂലം എല്ലാ സ്ഥലങ്ങളിലും പൈപ്പ് ലീക്കേജും പൈപ്പ് പൊട്ടി വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും വീടിന് മുന്നിൽ ഇപ്പോൾ രാവിലെ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആളുകളിൽ
ഭൂരിഭാഗവും ശുദ്ധജല ക്ഷാമം നേരിടുന്നതായിട്ടാണ് പരാതി. തൊടുപുഴയിലെ ആലക്കോട് അഞ്ചിരി ഭാഗത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പൈപ്പ് ലൈൻ പൊട്ടി ആഴ്ചകൾ പണി തീർക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം സംഭവിച്ചത് ന്യൂമാൻ കോളേജിന് സമീപത്തായിട്ട് നടു റോഡിൽ പൈപ്പ് പൊട്ടി ആ റോഡ് കട്ട് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലും പ്രത്യേകിച്ച് എൻ്റെ കരിമണ്ണൂർ ഡിവിഷനിൽ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കുകയാണ്. കുടിവെള്ളത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ ആളുകൾ നട്ടം തിരിഞ്ഞ് ഓടേണ്ട ഒരു ഗതികേട് ഇതുമൂലം സംഭവിച്ചിരിക്കുകയാണ്. അമിത ഭാരം കയറ്റിയുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ച് ടോറസ് ലോറികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട MVD ഉദ്യോഗസ്ഥന്മാര് അനുബന്ധമായ ദ്രുതഗതികളുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. കാരണഭൂതമായി തീർന്നിരിക്കുന്നത് ഈ അമിത ഭാരങ്ങളുടെ ഓട്ടമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർക്കാരിനും ഖജനാവിനും വീണ്ടും വീണ്ടും നഷ്ടം വരികയും ജനങ്ങളുടെ കുടിവെള്ളം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഇതിൻ്റെ കാരണത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ ജനങ്ങളുമായി സംവദിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ദ്രുതഗതിയിൽ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആലുവ സ്നേഹസാന്ത്വന ഫൗണ്ടേഷന്റെയും വണ്ണപ്പുറം നമ്പ്യാപ്പറമ്പിൽ കൺവെൻഷൻ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്തുന്ന മഹാസംഗമം സംഘടിപ്പിച്ചു. വണ്ണപ്പുറം നമ്പ്യാപ്പറമ്പിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമം പി.ജെ. ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്ക് മംഗല്യഭാഗ്യം ഒരു സ്വപ്നം മാത്രമാണ്. അങ്ങനെയുള്ള കുട്ടികളെ ഒരു വേദിയിൽ എത്തിച്ച് അവർക്ക് വേണ്ടുന്ന പങ്കാളിയെ വോളണ്ടിയർമാരുടെ സഹായത്തോടെ കണ്ടെത്തി കൊടുക്കുക എന്നതാണ് സാന്ത്വനം ഫൗണ്ടേഷന്റെ ലക്ഷ്യം. വണ്ണപ്പുറം നമ്പ്യാപ്പറമ്പിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ഭിന്നശേഷി വധൂവരന്മാരുടെ മഹാസംഗമം പി.ജെ. ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 100ഓളം വിവാഹങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നെൻ്റെ സംഘാടകർ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇതൊരു നല്ല ഉദ്യമമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. വിവാഹിതരാകുന്ന ഏവർക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർക്ക് എല്ലാ ഭാഗങ്ങളും വിജയങ്ങളും നേരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വിവാഹങ്ങൾ ഏറ്റവും വേഗം നടത്തുവാൻ, മംഗളകരമായി നടത്താൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സ്നേഹസാന്ത്വന മാനേജിംഗ് ട്രസ്റ്റി നാസർ മനയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ, സ്നേഹസാന്ത്വനം ട്രസ്റ്റി ബീന ഇടുക്കി, ആരിഫ മുഹമ്മദ്, വണ്ണപ്പുറം ജുമാ മസ്ജിദ് ഇമാം ജലീൽ ഫൈസി, സിനി ആർട്ടിസ്റ്റ് സ്വീറ്റി, റാണ ജിമ്മി, സതീഷ് ഓസ്ട്രേലിയ, വീരമണികണ്ഠ പ്രഭു, ഹുസൈൻ സെയ്തലവി, മുഫീദ, അലി മക്ക, ന്യൂസൈഫ മജീദ്, ബേബി കൊല്ലം, മനാഫ് വേണാട്, ജോഷി തോമസ്, ഷാജു എം, രഞ്ജിത്ത് KK എന്നിവർ ആശംസകൾ അറിയിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ ഷംസുദ്ദീൻ അടിമാലി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഷാഹിറ കൃതജ്ഞത അറിയിച്ചു. റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ആദരിച്ചു. പി.ജെ. ജോസഫ് MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷാജഹാൻ അഹമ്മദ് ഹുസൈൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് P.K. മൂസ അധ്യക്ഷത വഹിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ ഹാജി സ്വാഗതം ആശംസിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ആദരിച്ചു. പി.ജെ. ജോസഫ് MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ അവരവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണമെന്നും വാർഡിലെ ഏറ്റവും സാധാരണക്കാരന്റെ പ്രശ്നം സ്വന്തം പ്രശ്നമായി കരുതി അത് നിർവഹിച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2025 ബിസിനസ് എക്സലൻസ് അവാർഡ് കരസ്ഥമാക്കിയ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് മാനേജിംഗ് ഡയറക്ടർ VA റിയാസിന്
MLA PJ ജോസഫ് മൊമെന്റോ നൽകി ആദരിച്ചു. റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS സയ്യിദ് മുഹമ്മദ് മഹാറാണി MD VA റിയാസിന് മംഗളപത്രം കൈമാറി. മുഖ്യാതിഥി ഡോക്ടർ ഷാജഹാൻ അഹമ്മദ് ഹുസൈൻ ജനപ്രതിനിധികൾക്ക് മൊമെന്റോ വിതരണം ചെയ്തു. റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ആലക്കോട് CG ബാബു. റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PK മൂസ അധ്യക്ഷത വഹിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ ഹാജി സ്വാഗതം ആശംസിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ്, ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമീർ വാണിയപ്പുരയിൽ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴിയിൽ, മനോജ് കോക്കാട്ട്, ടോണി തോമസ്, ഭീമ അനസ്, ഷൈനി റെജി, വിജയകുമാരി, താഹ വെട്ടിപ്പിളാക്കൽ, PS ഹുസൈൻ, ഡോക്ടർ കാസിം റാവുത്തർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PS ഇസ്മയിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം നടത്തി. പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി റവറന്റ് ഫാദർ ജോർജ് പുല്ലുകാലായി ഉദ്ഘാടനം ചെയ്തു. അറക്കുളം സെന്റ് മേരീസ് സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 44ാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള യാത്രയയപ്പും നടത്തി. യോഗം പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറന്റ് ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക തലങ്ങളിൽ മാത്രമല്ല ഇതര മേഖലയിലും സ്കൂൾ വളരെ മികച്ചതാണ്. വിവിധ ക്ലബ് ആക്ടിവിറ്റികൾ, മത്സര പരീക്ഷകളിലുള്ള വിജയങ്ങൾ, സ്കോളർഷിപ്പുകളിലുള്ള നേട്ടം, കലാകായിക മേഖലകളിലെ വിജയങ്ങൾ, അങ്ങനെ സെന്റ് മേരീസിന്റെ വിജയഗാഥ എടുത്തു പറയത്തക്കതാണ്. വിശ്വാസ ധാർമ്മിക രൂപീകരണത്തിലും ഈ സ്കൂൾ ഏറെ മുന്നിൽ തന്നെയാണ്. ഞാൻ സ്കൂളിലെ ഈ സമ്മേളനത്തിൽ അവരുടെ ബഹുമാനപ്പെട്ട സണ്ണി സെബാസ്റ്റ്യൻ സാറ്, ബെൻസി ടീച്ചർ, ലാബ് അസിസ്റ്റന്റ് തോമസ് MA, അതുപോലെ JC ജേക്കബ് ഓഫീസ് അസിസ്റ്റന്റ്, ഇവര് 4 പേരും തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിന് വിരാമം ഇടുകയാണ്. ഈ വിദ്യാലയത്തോട് ഇവിടെ നിന്ന് യാത്ര പറയുകയാണ്. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇവരെ നന്ദിപൂർവ്വം സ്മരിക്കാനും ആദരവുകൾ അർപ്പിക്കാനും എനിക്ക് കടമയുണ്ട്. സണ്ണി സാറും ബെൻസി ടീച്ചറും തോമസ് ടീച്ചറും ഈ സ്കൂളിനോട് ഒരു ജൈവപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇവിടെ പഠിപ്പിച്ച് കാര്യമില്ല. ഇവർ സ്കൂളിന്റെ സ്വന്തമാണ്. ഇവർ സ്കൂളിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. അറക്കുളം സെന്റ് മേരീസ് സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി P. ജോസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ ജോർജ് ഞറ്റുതൊട്ടിയിൽ, PTA പ്രസിഡന്റ് KM ഫ്രാൻസിസ്, വാർഡ് മെമ്പർ NK അനിൽകുമാർ, അധ്യാപക പ്രതിനിധി ടോം ജോസ് എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. തൊടുപുഴയിൽ വിവിധ സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയെ പെരുമ്പാവൂരിൽ നിന്നും പോലീസ് പിടികൂടി. തുടർന്ന് ഇയാളെ തൊടുപുഴയിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി.
തൊടുപുഴയിൽ വിവിധ സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയെ പെരുമ്പാവൂരിൽ നിന്നും പോലീസ് പിടികൂടി. ആസാം സ്വദേശി റാഷിദുൾ ഇസ്ലാമാണ് പോലീസ് പിടിയിലായത്. 2025 മെയ് മാസത്തിലാണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഡയറക്ട് ഫാക്ടറി പ്രൈസിൽ നിന്നും 3 ലക്ഷം രൂപ പ്രതി കവർന്നത്. കഴിഞ്ഞ 3 വർഷമായി പെരുമ്പാവൂരിൽ ഫ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്തു വന്നിരുന്ന പ്രതി അന്നേ ദിവസം തൊടുപുഴയിലെത്തി മോഷണം നടത്തുകയായിരുന്നു. തുടർന്ന് ആസാമിലേക്ക് പോയ പ്രതി പിന്നീട് കേരളത്തിലേക്ക് മടങ്ങി വന്നു. കോലഞ്ചേരിയിൽ സമാന രീതിയിൽ മോഷണം നടത്തി. ഇതിനിടെ പിടിക്കപ്പെടുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരായ SI അജീഷ് കെ ജോൺ, ASIമാരായ മധു, റെജി, CPO മഹേഷ്, രാംകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KGOA വജ്രജൂബിലി സംസ്ഥാന കലാമേളയ്ക്ക് തിരശ്ശീല വീണു. ചലച്ചിത്ര സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KGOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സൺ KP മേരി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. നിരവധി വ്യക്തികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. തൊടുപുഴ അല്ലസർ കോളേജിൽ വെച്ച് നടന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 7ാമത് സംസ്ഥാന കലാമേളയ്ക്ക് തിരശ്ശീല വീണു. കലാമേളയിൽ തിരുവനന്തപുരം സൗത്ത് ഓവറോൾ കിരീടം നേടി. തൃശൂർ റണ്ണേഴ്സപ്പായി. കോട്ടയത്തിന്റെ ഡോക്ടർ അപ്പു ഗോപാലകൃഷ്ണനും അജിത് ആൻഡ്രൂസും കലാപ്രതിഭയായി. പാലക്കാടിന്റെ ദിവ്യ M കലാതിലകമായി. കോഴിക്കോടിന്റെ R സിന്ധു സർഗപ്രതിഭയായി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതുകൊണ്ടും അല്ലെങ്കിൽ അതോടൊക്കെ സംബന്ധിക്കുമ്പോൾ കാലഘട്ട സിനിമയിൽ നോവലിൽ ചെയ്തിട്ടുള്ളതാണ് ഗസറ്റഡ് യക്ഷി. അപ്പൊ നമ്മൾ സാധാരണ യക്ഷികൾ കുറച്ചുകൂടി കുറച്ചുകൂടി. KGOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അല്ലസർ കോളേജ് ചെയർമാൻ KM മൂസ, പ്രിൻസിപ്പൽ KA ഖാലിദ്, KGOA സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഷാജഹാൻ, ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ്, ജില്ലാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് മിഥുൻ മാനുവൽ തോമസ്, KP മേരി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. യോഗത്തിൽ കലാമേള സംഘാടക സമിതി ചെയർപേഴ്സൺ KP മേരി സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ PV ജയൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലെത്തിയ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ ന്യൂമാൻ ബാൻഡിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അഭിനന്ദനം. റിപ്പബ്ലിക് ദിന പരേഡിനോട് അനുബന്ധിച്ച് ക്യാമ്പിലെത്തിയ ഡൽഹി മുഖ്യമന്ത്രിക്ക് മുൻപിൽ ന്യൂമാൻ ബോയ്സ് ബാൻഡ് ടീം അവതരിപ്പിച്ച ഡിസ്പ്ലേയാണ് ശ്രദ്ധേയമായത്. കേരളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു പുരുഷ NCC ബാൻഡ് ടീം ഡൽഹിയിലെത്തുന്നത്. ചരിത്രം രചിച്ച് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലെത്തിയ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ ന്യൂമാൻ ബാൻഡിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അഭിനന്ദനം. റിപ്പബ്ലിക് ദിന പരേഡിനോടനുബന്ധിച്ച് ഡൽഹിയിലെ DG NCC ക്യാമ്പിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രിക്ക് മുൻപിൽ ന്യൂമാൻ ബോയ്സ് ബാൻഡ് ടീം അവതരിപ്പിച്ച ഡിസ്പ്ലേയാണ് ശ്രദ്ധേയമായത്. കേരളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു പുരുഷ NCC ബാൻഡ് ടീം ഡൽഹിയിലെത്തുന്നത്. 18 കേരള NCC മൂവാറ്റുപുഴയുടെ കീഴിലുള്ള ന്യൂമാൻ കോളേജ്, നിർമ്മല കോളേജ്, സെന്റ് പീറ്റേഴ്സ് കോളേജ്, MA കോളേജ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ന്യൂമാൻ ബാൻഡിലുള്ളത്. കേണൽ ജയശങ്കർ ചൌധരി കണ്ടിജന്റ് കമാൻഡർ ആയ ടീമിന്റെ പരിശീലകൻ, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവിയും NCC ഓഫീസറുമായ ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു ആണ്. ബാൻഡ് ലീഡർ ന്യൂമാൻ കോളേജിലെ 3ാം വർഷ ചരിത്ര വിദ്യാർത്ഥി അശ്വിൻ സുഭാഷാണ്. കോളേജ് ബർസാർ ഫാദർ ബെൻസൺ N ആന്റണി ടീം മാനേജറും ആൽബിൻ A മ്യൂസിക്കൽ ഇൻസ്ട്രക്ടറുമാണ്. ഉന്നത നിലവാരത്തിലുള്ള പ്രകടനത്തിലൂടെ ഏവരുടെയും പ്രശംസ നേടിയ ടീമിനെ കോളേജ് രക്ഷാധികാരി മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് ADG മേജർ ജനറൽ രമേശ് ഷൺമുഖം, കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ GVS റെഡ്ഡി, 18 കേരള കമാൻഡിംഗ് ഓഫീസർ കേണൽ RSR കൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജർ റവറന്റ് ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറന്റ് ഡോക്ടർ പോൾ പാറത്താഴത്ത്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K അലക്സ് എന്നിവർ അഭിനന്ദിച്ചു.
प्रेजेंटेशन जो ब्रास बैंड की मैंने देखी, जो मार्च पॉसन देखा, जो कल्चरल एक्टिविटीज़ देखी, डांस, ड्रामा, थिएटर, प्रेजेंटेशंस, हर चीज़ में आपका उत्साह, आपका जोश काबिले तारीफ था। और यहाँ पे लहराता हुआ तिरंगा सच में मन की भावनाओं को बल देने वाला था। आपके एक साथ चलते हुए कदम और बैंड की वो धुन, ऐसे लग रहा था कि जैसे देश की धड़कन सुनाई दे रही है। इतने सुंदर माहौल में 3 रंग के तिरंगे में जैसे मानो वर्तमान, भविष्य और इतिहास एक साथ दिखाई देने लगा हो। ന്യൂസ് ബ്യൂറോ തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന വ്യാപാരോത്സവ 2026ന്റെ ഭാഗമായി തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 24-ന് തൊടുപുഴയിൽ നൈറ്റ് സെയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വഴിയോര തുണിക്കച്ചവട മാഫിയകൾക്കെതിരെ KTG രംഗത്ത്. അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഴിയോരങ്ങൾ കയ്യേറി നടത്തുന്ന കച്ചവടം നിർത്തലാക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലെത്തിയ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ ന്യൂമാൻ ബാൻഡിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അഭിനന്ദനം. റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ആദരിച്ചു. PG ജോസഫ് MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KGOA വജ്ര ജൂബിലി സംസ്ഥാന കലാമേളയ്ക്ക് തിരശ്ശീല വീണു. ചലച്ചിത്ര സംവിധായകൻ മിഥു മാനുവൽ തോമസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.